മക്കളെ, ആദ്യം തന്നെ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്കിപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ പേപ്പറൊക്കെ കിട്ടി, ഇനി അങ്ങോട്ട് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ എപ്പോൾ പഠിച്ചെടുക്കും, എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് എക്സാമിനെ കറക്റ്റായിട്ട് നേരിടുക, അതിൽ ഏറ്റവും നല്ല മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യും, ഇങ്ങനെയുള്ള ഒരു ഐഡിയ ഇല്ലാതെ നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് ഇതല്ലേ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കുറ്റബോധം തോന്നാറുണ്ടോ? അതായത് ഞാൻ ആദ്യം മുതൽ തന്നെ കുറച്ചായിട്ടൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിനേക്കാളും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചേനെ, അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ ഓരോ ദിവസം കുറച്ച് സമയം വീതം പഠിക്കാനായിട്ട് ഇരിക്കുന്ന ആ ഒരു ശീലം എനിക്കൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നിരുന്നില്ല. എൻ്റെ ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സും ഈ ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് കംപ്ലീറ്റ് ആക്കി തീർന്നേനെ. അങ്ങനെയുള്ള രീതിക്ക്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ടൈം ട്രാവൽ ചെയ്ത് ഈ ഒരു വർഷം ആദ്യം മുതൽ വീണ്ടും ഒന്നും കൂടെ നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല മാർക്കോട് കൂടി, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകളും മാറ്റിയെടുത്ത് ഏറ്റവും നല്ല നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഒരു ടോപ്പറായിട്ട് മാറാനായിട്ട് സാധിച്ചേനെ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വേഗം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, റെഡി? അപ്പം നമുക്കറിയാം പാസ്റ്റ് ഇസ് പാസ്റ്റ് ആണ്. കാരണം കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാനോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ കഴിഞ്ഞതൊക്കെ നമ്മൾ ഇതോടുകൂടെ നമ്മൾ വിടുകയാണ്. കാരണം ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള ദിവസം എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതേപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലും എങ്ങനെയാണ് നമുക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് സന്തോഷമായിട്ടിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രോത്ത് കറക്റ്റായിട്ട് നടക്കണം, നമുക്ക് ഭാവിയിൽ ഏറ്റവും നല്ല നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നമുക്ക് കൈയടക്കണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ കറക്റ്റായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം, വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ ആരും ഇനി ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കാരണം ഇനി അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ടല്ലോ. ആ ദിവസങ്ങളിൽ നമ്മുടെ ഫുൾ എക്സാമിനർ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സാമിന് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും, അത് നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ യൂട്യൂബിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ ഒന്ന് റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ കാര്യം വെച്ച് ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതേപോലെ പോയാൽ പോരാ, ഇനി നമ്മുടെ അടുത്ത ക്ലാസ് ഏതാണ്? 6ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ കുട്ടികൾ ഇനി 7ാം ക്ലാസ്സിലേക്കാണ് മാറാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ 7ാം ക്ലാസ്സിൽ നമ്മൾ ഇതേ ലെവലിൽ തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴത്തേക്ക് വരും അല്ലേ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ശരിയല്ല. കാരണം നമുക്ക് പോകേണ്ടത് എങ്ങനെയാണ്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മേലോട്ടേക്ക് തന്നെ നമ്മൾ ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സാമിനർ ടീമിൻ്റെ ഒരു ബാച്ച് മിസ് പറഞ്ഞുതരാം. അതാണ് നമ്മുടെ സൃഷ്ടി ബാച്ച് എന്ന് പറയും. നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ ബാച്ചാണ്. അടുത്ത വർഷം നമ്മുടെ സൃഷ്ടി ബാച്ചും നമ്മുടെ കുട്ടികളും നമ്മുടെ പിള്ളേരും കൂടെ അടിപൊളിയായിട്ട് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളതാണ് മിസ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൃഷ്ടി ബാച്ചിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈവ് ക്ലാസ്സുകളാണ്. അതായത് നിങ്ങളിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ബാച്ചിലായാലും ലൈവ് ക്ലാസ് എടുത്ത് തരാനായിട്ട് വരിക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സാധാരണ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുക. പക്ഷേ നമ്മുടെ ബാച്ചിലാവുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. മാത്രമല്ല അതൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിക്കായിരിക്കും നമ്മൾ ലൈവ് ക്ലാസ്സുകൾ പറഞ്ഞു തരുന്നുണ്ടായിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിച്ചു കഴിഞ്ഞാലും നമുക്കിപ്പോൾ ആ ടൈം ലിമിറ്റിന് അപ്പുറത്തേക്ക് പോകാൻ നേരമില്ലാത്തതുകൊണ്ട് തന്നെ പല ഡൗട്ടുകൾക്ക് നമുക്ക് ഇപ്പോൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കാതെ പോകും. പക്ഷേ നമ്മുടെ ബാച്ചിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അതെല്ലാം കംപ്ലീറ്റ് സെറ്റാക്കി കൊടുത്തിട്ടേ നമ്മൾ പോകാറുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു പോർഷൻ എനിക്കത് ക്ലിയർ ആയില്ല, അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞു തരും എന്നുള്ള രീതിക്ക് നിങ്ങൾ ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അതും നമ്മൾ എന്ത് ചെയ്തിട്ടും നമ്മുടെ ബാച്ചിലെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ലൈവ് ക്ലാസ്സുകളാണ് നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ലേണിംഗ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നാണെന്നുണ്ടെങ്കിൽ അതും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് മിസ് എനിക്ക് ഇഷ്ടം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്, അതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക് ഷീറ്റുകൾ, അതായത് ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ഷീറ്റുകൾ പ്രൊവൈഡ് ചെയ്യും.
ഓക്കെ, അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു, ആ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നിറയെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഒപ്പം തന്നെ അതിന് ആൻസേഴ്സും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ട് ആൻസർ കണ്ടെത്തുക. അതിനുശേഷം ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, ആൻസറിൻ്റെ ഭാഗത്ത് പോയിട്ട് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ PDF നോട്ടുകൾ, കാരണം നിങ്ങൾ ഓൾറെഡി ക്ലാസ് കേൾക്കുന്ന സമയത്ത് ലെക്ചർ നോട്ട്, ഷോർട്ട് നോട്ടുകളൊക്കെ എഴുതിയെടുത്തോളൂ. പക്ഷേ അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നതാണ് നമ്മുടെ PDF ക്ലാസ് നോട്ടുകൾ. എല്ലാത്തിനും നിങ്ങൾക്ക് ക്ലാസ് നോട്ടുകൾ കിട്ടും. ഓക്കെ, എല്ലാത്തിനും നിങ്ങൾക്ക് ഏത് ക്ലാസ് എടുക്കുന്നോ അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഓക്കെ, അതായത് PYQ സൊല്യൂഷൻ, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും സൊല്യൂഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ സൊല്യൂഷൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതെന്താ ചെയ്യുക, ഇപ്പം തന്നെ ആദ്യം മുതലേ തന്നെ ഓരോ ചാപ്റ്റർ കാണുമ്പോൾ തന്നെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ കണ്ടുപോവുക. ഏറ്റവും ലാസ്റ്റിക്കായിട്ട് വെക്കേണ്ട, കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ നോക്കാം. ഓക്കെ, റെഡി? അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടികൾക്ക് ആ ചാപ്റ്റർ ഫുള്ള് സെറ്റ് ആയിരിക്കും. അവിടെ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് മറിച്ചും തിരിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാംസും, ഓക്കെ, മോഡൽ എക്സാംസ് നിങ്ങൾക്ക് നടത്തുന്നതായിരിക്കും. അതേപോലെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാം നിങ്ങൾക്ക് അറിയാലോ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നേരെ എക്സാംസ് നടത്തുന്നു. കാരണം നമുക്ക് പഠിച്ചോ എന്നുള്ളത് കറക്റ്റായിട്ട് ഒന്ന് നോക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സാം നടക്കുന്നത്. പിന്നെ മോഡൽ എക്സാം എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എക്സാമിന് മുന്നേ ഒരു മോഡൽ എക്സാം, അതേപോലെ ക്രിസ്മസ് എക്സാമിന് മുന്നേ ഒരു മോഡൽ എക്സാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫുൾ കോൺഫിഡൻസോട് കൂടെ നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ എന്താണ്, നിങ്ങൾക്ക് ഇപ്പം എൻ്റെ കുട്ടികളെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ യുവ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇതും കൂടെ എന്ത് ചെയ്യുക, ഇത് കുറച്ച് നാളും കൂടി അല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 6ാം ക്ലാസ് ഇപ്പോൾ കഴിയാനായി. അപ്പോൾ ഇപ്പോൾ എൻ്റെ കുട്ടികൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6ാം ക്ലാസ്സും കിട്ടും, അതേപോലെ തന്നെ അടുത്ത് നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ആയിരിക്കില്ലേ, ഇത് എന്തായിരിക്കും മിസ്സേ, അപ്പോൾ ഇതിന് കുറേ പൈസയൊക്കെ വരുമോ എന്നുള്ള രീതിക്ക് ഒരു ഡൗട്ടാവും. അപ്പോൾ അതേ മിസ് പറഞ്ഞുതരാം എത്രയാണ് നിങ്ങൾക്ക് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സൃഷ്ടി ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 3000 ആണോ? അല്ല അല്ലേ? അപ്പോൾ അത് നമുക്ക് ദൈവം ഇട്ടിടാം. ഓക്കെ, 3000 അല്ല, 2499 ആണ് നിങ്ങൾക്ക് ഈ ഒരു സൃഷ്ടി ബാച്ചിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഇവിടെ മിസ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ച് അവരുടെ സമ്മതമൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്, അപ്പോൾ മിസ് ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനി അതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം. അപ്പോൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്ന മിസ് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പോകണല്ലേ, അതായത് എല്ലാവരും ഏറ്റവും നല്ല നിലകളിൽ തന്നെ എത്തണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. കാരണം ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പഠിക്കുന്നതൊക്കെയാണ് നമ്മൾ വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എൻ്റെ കുട്ടികൾ. ഓക്കെ.